നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ നികുതി വെട്ടിക്കുറയ്ക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇന്ത്യ. വ്യാപാര കരാറിന്റെ ആദ്യഘട്ടത്തിൽ $23 മില്യൺ വിലമതിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കാണ് നികുതി കുറയ്ക്കലിന്റെ ആനുകൂല്യം ലഭിക്കുന്നത്. അമേരിക്കയും ഇന്ത്യയുമായുള്ള പരസ്പര താരിഫുകൾ $66 ബില്യൺ മൂല്യമുള്ള മൊത്തം കയറ്റുമതിയുടെ 87% ബാധിക്കുമെന്നാണ് ആഭ്യന്തര വിശകലനം. അമേരിക്കയിൽ നിന്ന് $23 ബില്യൺ കൂടുതൽ വിലമതിക്കുന്ന ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഗണ്യമായി കുറയ്ക്കാനോ അല്ലെങ്കിൽ ചിലത് പൂർണ്ണമായും നിർത്തലാക്കാനോ ആണ് ഇന്ത്യയുടെ തീരുമാനമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യക്കെതിരെ 100% ഇറക്കുമതി ചുങ്കം ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നു. ഏപ്രിൽ 2-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന അമേരിക്കൻ ലോകവ്യാപാര താരിഫുകളുടെ ആഘാതം ലഘൂകരിക്കാനുള്ള ശ്രമത്തിലാണ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ. നിലവിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് 100% തീരുവ ചുമത്തുന്നതെന്നും അത് അനീതിയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഏപ്രിൽ 2 മുതൽ പകരത്തിന് പകരം തീരുവ തുടങ്ങുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഏപ്രിൽ 1 ലോക വിഡ്ഢിദിനമായതിനാലാണ് ഏപ്രിൽ 2-ാം തീയതി മുതൽ താരിഫുകൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചതെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. ഇതിനു പിന്നാലെ ഇന്ത്യ തീരുവ കുറയ്ക്കാൻ സമ്മതിച്ചതായി വെളിപ്പെടുത്തിക്കൊണ്ട് ട്രംപ് വീണ്ടും രംഗത്തെത്തി. ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഈടാക്കുന്നത് ഭീമമായ താരിഫാണ്. അതിനാൽ ഇന്ത്യയിൽ ഒന്നും വിൽക്കാൻ പോലും കഴിയുന്നില്ല. തീരുവ ഇനത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ ഇന്ത്യ ഇപ്പോൾ താരിഫ് കുറയ്ക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ കോൺഗ്രസും പ്രതിഷേധം അറിയിച്ചു. പിന്നാലെ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയ്ക്കുന്നതിൽ യാതൊരു ഉറപ്പും നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കി. ഇന്ത്യയുടെ വാണിജ്യ സെക്രട്ടറി സുനിൽ ബർത്വാൾ ആണ് ഈ വിവരം വിദേശകാര്യ പാർലമെന്ററി കമ്മിറ്റി പാനലിനെ അറിയിച്ചത്. ഇന്ത്യയും US-ഉം പരസ്പരം പ്രയോജനകരമായ ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിനായി പ്രവർത്തിക്കുന്നുണ്ട്. താരിഫ് ക്രമീകരണങ്ങൾ തേടുന്നതിനു പകരം ദീർഘകാല വ്യാപാര സഹകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും സുനിൽ ബർത്വാൾ വ്യക്തമാക്കിയിരുന്നു.